അതിഥീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം മഷ്റൂം എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ മഷ്റൂമും 2 ഭാഗമായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വലിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ മെല്ലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 4 ബേ ലീഫും ഒരു കറുകപ്പട്ടയും പിന്നീട് ഗ്രാമ്പൂ, മേസ്, സ്റ്റാർ അനീസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ വലിയൊരു ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി എളുപ്പത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആദ്യമേ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഫെന്നൽ സീഡും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു 4 ചെറിയ ഗ്രീൻ ചില്ലി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണത്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായി ഒന്ന് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഞാനിവിടെ ഒരു തക്കാളിയുടെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ചെറിയതായി കട്ട് ചെയ്തെടുത്താലും മതി. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച മഷ്റൂം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു 1.5 കപ്പ് ബാസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ബാസ്മതി റൈസാണ്. ഇനി ഈ കഴുകി വെച്ച റൈസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈ മഷ്റൂമൊക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ കഴുകി വെച്ച അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കപ്പിലാണോ അരി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഡബിളായിട്ട് വേണം വെള്ളം ചേർക്കാൻ. ഞാനിവിടെ വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം വേവിക്കാൻ. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും കുറച്ച് നേരം ഇളക്കി ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനിയും കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം. 2 മിനിറ്റ് നേരം അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണി സൂപ്പറായി വന്നിട്ടുണ്ട്. നന്നായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡിയായി.
ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണി ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു.